കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റാക്കിബുൾ ഹുസൈൻ വിജയിച്ച ധൂബ്രി ലോക്സഭാ മണ്ഡലം ഉൾപ്പെടെ അടങ്ങുന്ന അസാമിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി കോൺഗ്രസിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് വോട്ട് ഷെയറിൽ ഉണ്ടായ വർധനവ് BJPയെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. നിയമസഭാ കണക്കിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ നേട്ടമാണ് പലയിടങ്ങളിലും നേടിയെടുക്കാൻ കഴിഞ്ഞത്. BJP അതിനാൽ തന്നെ ഭയചകിതരാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിലവിൽ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന വർഗീയവാദി അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം അസാമിലെ ജനതയ്ക്ക് വിവേചനങ്ങളിൽ നിന്നും മോചനം ഇല്ല എന്ന് വെറുതെയല്ല ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നു. അന്തരിച്ച മുൻ നേതാവായിട്ടുള്ള തരുൺ ഗൊഗോയുടെ പുത്രനും കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമാണ് ഗൗരവ് ഗൊഗോയ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജോർഹാത്തിൽ നിന്നും വലിയ മാർജിനിൽ വിജയിച്ച ഗൗരവ് ഗൊഗോയ് ഒരു കാര്യം ലോക്സഭയിൽ പറഞ്ഞിരിക്കുകയാണ്. അസാമിലെ വെള്ളപ്പൊക്ക വിഷയം വന്നപ്പോഴും അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോഴും മുഖ്യമന്ത്രിക്ക് അനക്കമില്ല. എപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് അവിടുത്തെ സർക്കാരിനെ തള്ളിയിട്ട് ഓപ്പറേഷൻ താമര നടപ്പിലാക്കാനുള്ള തത്രപ്പാടിലാണ്. സ്വന്തം സംസ്ഥാനത്തെക്കുറിച്ചോ സ്വന്തം അധികാരത്തെക്കുറിച്ചോ ഒന്നും ചിന്തയില്ല. എങ്ങനെ BJP നേതൃത്വത്തെ കൂടുതൽ കുളിരണിയിക്കാം എന്നാണ് റിസർച്ച് ചെയ്ത് നടക്കുന്നത്. സ്വന്തം തട്ടകത്തിലെ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാതെ നോക്കിക്കോളൂ എന്ന് അദ്ദേഹത്തിനോട് ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. അസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മാസമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ മിന്നുന്ന മുന്നേറ്റമൊന്നും BJPക്ക് കരസ്ഥമാക്കാൻ കഴിയില്ലെന്നവർക്ക് നന്നായി തന്നെ അറിയാം. തുടർച്ചയായ ഭരണമാണ് 2016-ലും 2021-ലും BJPക്ക് നേടാനായതെങ്കിൽ പോലും 2026-ൽ കോൺഗ്രസ് വരും എന്ന് തന്നെയാണ് ആഭ്യന്തര സർവേകളിൽ പലതും വ്യക്തമാകുന്നത്. 60 മുതൽ 65 സീറ്റ് വരെ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. വൻ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടെന്നും അണികൾ താഴെത്തട്ടിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയ്. നിലവിൽ അസാമിലെ സമുന്നതനായ നേതാവാണ്. 2026-ൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ ഗൗരവ് ഗൊഗോയ് തന്നെയാണെന്ന് AICC പരസ്യമായി അല്ലെങ്കിൽ പോലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അസാമിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചാൽ തീർച്ചയായും വൻ വിജയം ഉണ്ടാകും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനിടയിലെ ഒരു രീതിയിലുള്ള പടലപ്പിണക്കവും അനുവദിക്കാൻ പാടില്ല. BJPക്കകത്ത് കെട്ടുറപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സർബാനന്ദ സോനോവാളിൻ്റെ അനുകൂലികൾ ഒരു രീതിയിലും ഹിമന്ത ബിശ്വാസിനെ അനുകൂലിക്കുന്നില്ല. സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം പോലെയല്ല ഹിമന്ത ബിശ്വാസ് വന്നപ്പോൾ ജനങ്ങൾക്കിടയിലെ ഭിന്നിപ്പ് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ അതിശക്തമായുള്ള അസാമിൻ്റെ മണ്ണിൽ തീർച്ചയായും കോൺഗ്രസിൻ്റെ വേരോട്ടം അതിശക്തമാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എക്കാലത്തും വേർതിരിച്ച് കാണുന്ന വർഗീയ ഛായ മാത്രം കൊടുക്കുന്ന എന്നാൽ മുൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ് ഹിമന്ത ബിശ്വാസ് എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ്സുകാർക്ക് നാണക്കേട് തോന്നുന്നു എന്നാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഹിമന്ത ബിശ്വ ശർമ്മയുടെ കൗണ്ട് ഡൗൺ എണ്ണിത്തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ജനങ്ങൾ തൂത്തെറിയും എന്നാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത്.